കിനിഞ്ഞു പൂച്ചൊല്ലു തേൻ ചൊല്ലുതിർന്നു. പൂവായി വിരിഞ്ഞു പൂന്തേൻ കിനിഞ്ഞു പൂച്ചൊല്ലു തേൻ ചൊല്ലുതിർന്നു. ആ കയ്യിലോ അമ്മാനയാട്ടം, ഈ കയ്യിലോ പാൽക്കാവടി, കാലം പകർന്നു തുടിതാളം. പൂവായി വിരിഞ്ഞു പൂന്തേൻ കിനിഞ്ഞു പൂച്ചൊല്ലു തേൻ ചൊല്ലുതിർന്നു. ഇന്ന് നമ്മുടെ അതിഥി അല്ലെങ്കിൽ മത്സരാർത്ഥി എന്ന് പറയുന്നത് ഏകദേശം 30 വർഷമായി മലയാള സിനിമയിൽ നിൽക്കുന്ന ഒരു പ്രഗത്ഭയായിട്ടുള്ള നടിയാണ്. മലയാളം മാത്രമല്ല, പ്രിയദർശൻ്റെ ഹിന്ദി, അതുപോലെ തമിഴ്, തെലുങ്ക്, കന്നഡ, വിവിധ ഭാഷകളിൽ വിവിധ വേഷങ്ങൾ ചെയ്ത ഒരു നടിയാണ്. ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്, സ്റ്റേറ്റ് അവാർഡ് ഉൾപ്പെടെ. ഒരുപാട് സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു സോന നായർ. നീ ഒന്നാം നമ്പർ, അടിമുട്ടി പടി പഴകിൽ ഒന്നാം നമ്പർ. എന്താണ്, എന്തുണ്ട് വിശേഷം? നിറയുണ്ട് വിശേഷം. ഉണ്ടാ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൊളിക്കണം. പിന്നെ തീർച്ചയായും. കാരണം വേറൊന്നുമല്ല, ഇവിടെ ഈ പറയാൻ നേടാൻ ഞാൻ എപ്പോഴും ആലോചിക്കും, എന്താണ് സോന വരാത്തത്? വിളിക്കാത്തതുകൊണ്ടാണോ അതോ വരാൻ മടിയുള്ളതുകൊണ്ടാണോ? തീർച്ചയായിട്ടും അല്ല, കാരണം വിളിച്ചിരുന്നു ഒരുപാട് പ്രാവശ്യം. പക്ഷേ ഇങ്ങനെ ഷൂട്ടിംഗ് അങ്ങനെയൊന്നും പറയാനില്ല. ഞാൻ വേറൊരു സ്റ്റേറ്റില് പെട്ടുപോയി, തമിഴ്നാട്ടിലാണ് ഇപ്പം മൊത്തത്തില്. ഓ അത് ശരി. എന്ന് വന്നു? അപ്പൊ 2-3 ദിവസമായി. അപ്പൊ അവിടെ ഷൂട്ടായിട്ട് ഇങ്ങനെ. വേറെ ഒന്നും ചോദിച്ചല്ല, കാരണം ഈ കോവിഡിന്റെ പ്രശ്നം ഞാൻ ഭയങ്കര കോൺഷ്യസ് ആണ്, അതുകൊണ്ട് പേടിക്കണ്ട. അപ്പൊ നമുക്ക് തകർക്കാല്ലേ, ആടിച്ച് പൊളിക്കാം. നിങ്ങൾ നോക്കൂ സോന, ഇങ്ങനൊരു സ്വീകരണം ഈ അമൃത TV ഇതുവരെ പറയാം നേടാം എന്ന ഷോയ്ക്ക് തന്നിട്ടില്ല. എന്റെ പാട്ടിലൂടെ അതാണ് ഞാൻ ആശിക്കുന്നത്. തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം 1 വർഷം ആകാൻ പോകുന്നു. താങ്ക് യു അമൃത. ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പക്ഷെ ഈ പറയാം നേടാൽ സോനാ സോനാ നീ ഒന്നാം നമ്പർ, അപ്പോൾ ഒരു നല്ല വരവേൽപ്പാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പറയാം നേടാം കണ്ടു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് 3 സെഗ്മെന്റാണ്. കേറി പാടാ മക്കളെ, സവാരി ഗിരിഗിരി, പിന്നീട് നമ്മുടെ മമ്മൂക്കയുടെ രാജമാണിക്യം. മൊത്തം 10 ക്വസ്റ്റ്യൻ. പേടിക്കൊന്നും വേണ്ട, കാരണം ഇത് മൊത്തം ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ മോഹൻലാൽ അഭിനയിച്ച ഉദയനാണ് താരം എന്ന ചിത്രത്തിൽ നിന്നാണ് എല്ലാ ചോദ്യങ്ങളും. കണ്ടില്ലേ? ഞാനും നോക്കുമ്പോൾ കറക്റ്റാണ്, നല്ലൊരു ഫിഗർ കിട്ടുന്നു. കറക്റ്റ്. അപ്പൊ ഒരു 1-ാം നമ്പർ ആണോ എന്ന് നോക്കുമ്പോൾ 1-ാം നമ്പർ തന്നെ കറക്റ്റ് തന്നെ. ചെന്നൈയിലാണെന്ന് പറഞ്ഞു. ചെന്നൈയിലാണ്. ചെന്നൈയിൽ ഇങ്ങനെ 2 പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സീരിയൽസ് ആണ്. തമിഴാണ്. പിന്നെ ഇടയ്ക്ക് ഒരു മൂവി അവിടെ ചെയ്തു. ഇതിനിടയിൽ തന്നെ മലയാളികളെയൊക്കെ വിട്ടു. മലയാളികൾ എങ്ങനെ വിടാൻ എങ്ങനെ പറ്റും? മലയാളം നമുക്ക് ഒരിക്കലും പറ്റില്ല, മീൻസ് വിടാൻ പറ്റില്ലല്ലോ. ഈ കോവിഡ് ടൈമിലൊക്കെ ആയപ്പോഴത്തേക്കും കുറേ നല്ലൊരു ഗ്യാപ്പ് ഇവിടെ വന്നല്ലോ എല്ലായിടത്തും. തമിഴ്നാട്ടിലും ശരിക്കും പെട്ടെന്ന് അങ്ങനെ തുടങ്ങി. അപ്പൊ ഞാൻ അങ്ങനെ അങ്ങ് ജോയിൻ ചെയ്തു. അതിന് തൊട്ട് മുൻപേ ജോയിൻ ചെയ്തതാണ്. പക്ഷെ കൊറോണ ടൈമിൽ ഒന്ന് നല്ല ഗ്യാപ്പായി, ഒരു 6 to 7 months നല്ല കൊറോണ ആയിട്ട് ഇങ്ങനെ. തമിഴ് പടമാണോ? പടമുണ്ട്, സീരിയലും ഉണ്ട്, രണ്ടും ഉണ്ട്. ഏത് ടിവിയിലാണ് സീരിയൽ വരുന്നത്? വിജയ് ടിവിയിലും കളേഴ്സിലും. ഓ സൂപ്പർ. അപ്പൊ ഇപ്പൊ തമിഴൊക്കെ നന്നായിട്ട് നേരത്തെ അറിയോന്ന് ചോദിച്ചാല് തട്ടിമുടി പോകും എന്നുള്ളതാണ്. പക്ഷെ ഇപ്പം സീരിയൽസും കൂടെ ചെയ്യുന്നുണ്ട്, നിറയെ ഒരു സ്ക്രീൻ സ്പേസ് ഹെവി കിട്ടുന്നുണ്ടല്ലോ, ഡയലോഗ്സ് ഒക്കെ ഹെവി ആയിട്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ മീനിങ് ഒക്കെ മനസ്സിലാക്കി ഇപ്പൊ നന്നായിട്ട് സംസാരിക്കും. അല്ല, ഈ തമിഴെന്ന് പറയുന്നത് ഒഴുങ്കാന ലാംഗ്വേജ് ആണ്, നല്ല സുഖമാണ്. കാരണം ഓരോ പാട്ടുകൾ കേട്ടാൽ തന്നെ നമുക്ക് ഭയങ്കര രസമായിരിക്കും ആ പാട്ടുകൾ കേട്ടോണ്ടിരിക്കാൻ. അതാണ് ശ്രീധരൻ ചേട്ടാ, ഞാൻ പണ്ട് മുതലേ തമിഴ് സോങ്സ് ആണ് നിറയെ. മലയാളം ഇഷ്ടമില്ല എന്നുള്ളതല്ല, ബട്ട് കൂടുതലും ഇപ്പൊ ഈവൻ റൊമാൻറ്റിക് സോങ്സ് ആണെങ്കിലും എത്രയും ഭയങ്കര ഒരു പാത്തോസ് ആയിട്ടുള്ള ഒരു സോങ് ആണെങ്കിലും തമിഴിന് കിട്ടുന്ന ഒരു സുഖം അങ്ങനെ. എന്തായാലും ഇപ്പം തമിഴ് മക്കളായിട്ട് മാറിയിരിക്കുകയാണ്, തമിഴൻ മകളായിട്ട് മാറിയിരിക്കുകയാണ്. ഓക്കെ.